റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവ്. കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റ ചർച്ചകൾക്കിടെ KM മാണി ഫൗണ്ടേഷന് കവടിയാറിൽ സർക്കാർ ഭൂമി നൽകിയത് 3 പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മറികടന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ, വാട്ടർ അതോറിറ്റി, തിരുവനന്തപുരം ജില്ലാ കളക്ടർ എന്നിവർ എതിർപ്പ് അറിയിച്ചിരുന്നു. സർക്കാർ ആവശ്യങ്ങൾക്ക് നഗരത്തിൽ സ്ഥല ദൗർബല്യം നേരിടുകയാണെന്നും സർക്കാരിനെ ലാൻഡ് റവന്യൂ കമ്മീഷണർ അറിയിച്ചു. നഗരത്തിലെ കുടിവെള്ള വിതരണത്തിനായുള്ള സാങ്കേതിക കാര്യങ്ങൾക്ക് ഈ ഭൂമി അത്യാവശ്യമാണെന്ന് വാട്ടർ അതോറിറ്റിയും അറിയിച്ചിരുന്നു. ഉദ്യോഗസ്ഥ എതിർപ്പ് മറികടന്നാണ് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സ്ഥലം വിട്ടു നൽകാൻ തീരുമാനമെടുത്തതെന്ന് അറിയുന്നു. റാഹീസ് റഷീദുടെ കൂടുതൽ വിവരങ്ങളുമായി. റാഹീസ് റഷീദ്, കേരള കോൺഗ്രസ് മാണി വിഭാഗം LDFിൽ നടന്നു പോകുമോ എന്ന ചർച്ചകൾ സജീവമാകുന്നതിനിടയിലാണ് വളരെ പെട്ടെന്ന് അനുനയ നീക്കവുമായിട്ട് പലരും പല വിധങ്ങളിൽ ജോസ് കെ മാണിയെ സമീപിക്കുന്നത്. തൊട്ടു പിന്നാലെ KM മാണിക്ക് വേണ്ടിയിട്ട് സ്ഥലം ലീസിന് കൊടുക്കുന്ന തീരുമാനമുണ്ടായി. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ആ സ്ഥലം അനുവദിച്ചു കൊടുക്കുന്നതിനെതിരെ ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്നാണോ? റഹീസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. കേരള കോൺഗ്രസ് എമ്മിനെ LDFിൽ ഉറപ്പിച്ചു നിർത്തുന്നതിൻ്റെ ഭാഗമായി രാഷ്ട്രീയമായി എടുത്ത ഒരു തീരുമാനമാണ് KM മാണി ഫൗണ്ടേഷന് കവടിയാറിൽ 25 സെന്റ് സ്ഥലം നൽകാനുള്ളത് എന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് പുറത്തു വരുന്നത്. കാരണം ഈ ഭൂമി KM മാണി ഫൗണ്ടേഷന് നൽകുന്നതുമായി ബന്ധപ്പെട്ട ഫയൽ നീങ്ങിയപ്പോൾ 3 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാണ് എതിർപ്പ് ഉയർന്നത്. ലാൻഡ് റവന്യൂ കമ്മീഷണർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരം നഗരത്തിൽ സർക്കാരിന് ഭൂമിയില്ല, പുതിയ കെട്ടിടങ്ങളും മറ്റു സൗകര്യങ്ങളും കൊണ്ടുവരേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഭൂമി അതിലേക്ക് വേണ്ടി കണ്ടുവച്ചതാണ്, അതുകൊണ്ട് ഫൗണ്ടേഷന് വിട്ടുകൊടുക്കരുത് എന്നാണ് 2025 ജൂൺ മാസം 26-ാം തീയതി ലാൻഡ് റവന്യൂ കമ്മീഷണർ റവന്യൂ വകുപ്പിന് കത്ത് നൽകിയത്. അതിനുശേഷം വാട്ടർ അതോറിറ്റിയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ വിശദമായ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നത് തിരുവനന്തപുരം നഗരം പോലുള്ള ഒരു സ്ഥലത്ത് കുടിവെള്ള വിതരണത്തിൻ്റെ സാങ്കേതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ഭൂമി ഉപയോഗിക്കാനാണ് വാട്ടർ അതോറിറ്റി കണ്ടുവച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കൈമാറരുത് എന്നതായിരുന്നു വാട്ടർ അതോറിറ്റിയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. മറ്റൊന്ന്, തിരുവനന്തപുരം ജില്ലാ കളക്ടറാണ് ഈ സ്ഥലം മറ്റൊരാവശ്യത്തിനും വിട്ടുകൊടുക്കരുത് എന്ന റിപ്പോർട്ടായിരുന്നു തിരുവനന്തപുരം ജില്ലാ കളക്ടറും കൊടുത്തത്. പക്ഷേ ഇതെല്ലാം മറികടന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി, അദ്ദേഹം LDFിൽ കേരള കോൺഗ്രസ് എമ്മിനെ നിർത്തണം എന്ന നിലപാടുള്ളയാളായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടി താല്പര്യപ്രകാരമാണ് ഈ ഭൂമി വിട്ടുകൊടുത്തത് എന്നാണ് രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അരുൺകുമാർ. ഓക്കെ, റാഹീസ് റഷീദാണ് ആ രേഖകളൊക്കെ തപ്പിപ്പിടിച്ച് അതിനകത്ത് ഒബ്ജക്ഷൻ ഉണ്ടായിരുന്നു എന്ന് നോക്കിയത്. ഒബ്ജക്ഷൻ ഉണ്ടായിരുന്നു സാർ.